പപ്പടം പപ്പടമാക്കി മക്കളെ, നല്ല പപ്പടമാക്കി മക്കളെ വരി മോനെ. മാമനെ പപ്പടം പപ്പടം തരാം മക്കളെ. പപ്പടം എത്രയാണ് മക്കളെ? ഇത് 50 രൂപയ്ക്ക് മതി. എന്റെ പേര് വസുമതി. വീട് ആറ്റുകാൽ. ഇവിടെ വന്നിട്ട് 48 വർഷം കഴിഞ്ഞു. കച്ചവടത്തിന് വന്നിട്ട് 48 വർഷം കഴിഞ്ഞ്. എനിക്കാണെങ്കിൽ 87 വയസ്സ് കഴിഞ്ഞു. ഇത് നമ്മുടെ ചാല മാർക്കറ്റിലെ മുത്തശ്ശിമാരാണ്. ഇത് സുഭദ്രാമ്മ, ഏകദേശം 85 വയസ്സോളമായി പ്രായം. 55 വർഷമായി ചാല മാർക്കറ്റിലെ ഈ ജീവിതം തുടങ്ങിയിട്ട്. ഇത് സ്വർണ്ണമ്മ, വയസ്സ് 75 വയസ്സായി. ഇവിടെ 50 വർഷത്തോളമായി ചാല മാർക്കറ്റിൽ, 55 വർഷമായി ചാല മാർക്കറ്റിൽ ഉപജീവനം തുടങ്ങിയിട്ട്. വെളുപ്പിലെ 4 മണി മുതലാണ് ഇവരുടെ ജീവിതം. ഇവിടെ വന്ന് ഈ ചക്ക മാങ്ങ ഒക്കെ വാങ്ങി നമ്മുടെ ഒരിടത്തും കിട്ടാത്ത നാടൻ വിഭവങ്ങളാണ് ഇവരുടെ വിൽപ്പന കേന്ദ്രം. 1961 തുടങ്ങി 60 വർഷമാവും. 60 വർഷം കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് 45 കൊല്ലം. എത്ര വർഷമായി ഇവിടെ? 20 വർഷമായി. 20 വർഷമായി. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വിദേശ വസ്ത്ര ബഹിഷ്കരണം നടത്തിയ ഒരു കമ്പോളമുണ്ട്. അതുപോലെ തന്നെ കള്ള് ഷാപ്പുകളെ ആദ്യമായി ബഹിഷ്കരിച്ച ഒരു കമ്പോളവുമുണ്ട്. അതാണ് ചരിത്ര പ്രസിദ്ധമായ ചാലക്കമ്പോളം. തിരുവനന്തപുരം നഗരമധ്യത്തിലാണ് ചാല. ചാല എന്ന പേര് ശരിക്കും ശാലയിൽ നിന്ന് ലോപിച്ചു വന്നതാണ് എന്നാണ് അഭിപ്രായം. ഈ ശാല എന്നാൽ വൈജ്ഞാനിക കേന്ദ്രം എന്നർത്ഥം. ചാലയായപ്പോൾ അത് ഒരു വ്യാപാര കേന്ദ്രമായിട്ട് മാറി. AD 6-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ വിഴിഞ്ഞം, ഇന്നത്തെ വിഴിഞ്ഞം ലോകപ്രസിദ്ധമായിരുന്നു. അന്നവിടെ കാന്തള്ളൂർ എന്ന ഒരു പഠന കേന്ദ്രം ഉണ്ടായിരുന്നു. ഈ കാന്തള്ളൂർ പിന്നീട് ഈ ചാല കമ്പോളത്തിനടുത്തുള്ള വലിയ ശാലയിലോട്ട് മാറി. ഈ വലിയശാല, ആര്യശാല, ചാല ഈ പേരുകളൊക്കെ സാമ്യമുണ്ട്. ചോള രാജാക്കന്മാരായ രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും ഒക്കെയാണ് കാന്തള്ളൂർ ശാലയെ തകർത്തത്. അന്നു മുതൽ തന്നെ ഈ പ്രദേശം ലോകപ്രസിദ്ധമായിരുന്നു. രാജാ കേശവദാസാണ് ചാലക്കമ്പോളം വിപുലീകരിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ഇവിടെ ഓലമേന കടകൾ ഓടിട്ടതായി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ 1518 മതിലക രേഖകളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള വിളക്കുകൾ, അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ, പൂജാസാധനങ്ങൾ ഒക്കെ ഈ ചാലക്കമ്പോളത്തിൽ വിറ്റിരുന്നതായി തെളിവുകളുണ്ട്. അപ്പോൾ വളരെ പുരാതനമായ ഒരു കമ്പോളമായിരുന്നു യഥാർത്ഥത്തിൽ ചാല. അനന്തപുരം പേട്ട എന്നായിരുന്നു ഒരു കാലത്ത് ചാലയുടെ പേര്. ഈ ചാലക്കമ്പോളത്തിൽ സ്വദേശികളും വിദേശികളുമായ ധാരാളം കച്ചവടക്കാർ വന്നിരുന്നു. തുലുങ്കർ, കലിംഗർ, ചോനകന്മാർ, അതുപോലെ തന്നെ പാണ്ഡിനാടന്മാർ, സിനോളിൽ നിന്ന് വന്നവർ, ചുറുമികൾ അതായത് അറബികൾ, ഇവരൊക്കെ അന്ന് കച്ചവടത്തിനായി ഇവിടെ എത്തിയിരുന്നു. ഈ കച്ചവടത്തിനായി അവർ വന്നിരുന്ന ചരക്കുകൾ കണ്ടുകെട്ടാൻ തുറയിലെത്തി അവിടുന്ന് കിള്ളിയാർ വഴിയാണ് ചാലയിലെത്തിയിരുന്നത്. കാളവണ്ടികളിലാണ് എത്തിച്ചിരുന്നത്.
അപ്പോൾ കാളവണ്ടികൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഭാഗം തന്നെ ചാലയിലുണ്ട്. ആ ഭാഗം അന്ന് അറിയപ്പെട്ടിരുന്നത് വണ്ടിത്തടം എന്നായിരുന്നു. ഇന്നത് വണ്ടിപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ആദ്യമായ അഞ്ചൽ സർവീസ് ആരംഭിക്കുന്നതും ചാലയിലാണ്. തമിഴ്നാട്ടിലെ തോവാളയിൽ നിന്ന് പൂക്കൾ കൊണ്ടുവരാനായിരുന്നു അന്ന് അഞ്ചൽ സർവീസ് ആരംഭിച്ചിരുന്നത്. വിവിധ തരത്തിലുള്ള കച്ചവടക്കാരെ, വിവിധ പ്രദേശങ്ങളിൽ എത്തിയ കച്ചവടക്കാരെ നമുക്കിവിടെ കാണാം. അതിൽ തമിഴ് സ്വാധീനം വളരെ പ്രകടമാണ്. അതുപോലെ തന്നെ ഈ ഗുജറാത്തിലെ കച്ചിൽ നിന്നെത്തിയ കച്ചി മേമൻസ്, പിന്നെ കായൽപട്ടണത്തിൽ നിന്നെത്തിയ സ്വർണ്ണ വ്യാപാരികൾ, അതുപോലെ തന്നെ ഈ തമിഴ്നാടിൻ്റെ നാഞ്ചിനാട് ഭാഗങ്ങളിൽ നിന്നെത്തിയ കച്ചവടക്കാർ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള കച്ചവടക്കാർ, ചെട്ടിയാന്മാർ, റെഡ്ഡിമാർ ഒക്കെ ഈ ചാലക്കമ്പോളത്തിലുണ്ട്. ഒരു മിശ്ര സംസ്കാരമാണ് ശരിക്കും ചാലക്കമ്പോളത്തിൻ്റെ. ഇന്ന് കരുപ്പടിങ്കട ഇമാം മസ്ജിദ് മസാല കഞ്ഞിയാണ്. വെജിറ്റബിൾ മസാല കഞ്ഞി, അല്ലാതെ മട്ടൻ കഞ്ഞി, ചിക്കൻ കഞ്ഞി ഇതൊക്കെ വെക്കാറുണ്ട്. ഇന്നുള്ളത് വെജിറ്റബിൾ കഞ്ഞി. ഈ വെജിറ്റബിൾ കഞ്ഞിയിൽ 3 തരം വെജിറ്റബിൾ: ക്യാരറ്റ്, ബീൻസ്, കാളിഫ്ലവർ ചേരും. പിന്നെ സവാള, ചെറിയ ഉള്ളി, മല്ലി, പുതിന, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, 6 kg നെയ്യ്, ഡാൽഡ, വെളിച്ചെണ്ണ, കറുവ, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക, ജാതിപത്രി, ഇതുപോലെ ഞങ്ങൾ കൂട്ടുന്ന ഒരു മസാല ഐറ്റമുണ്ട്. ഈ മസാല എല്ലാം ചേർത്ത് 30ഓളം ഐറ്റങ്ങൾ ചേർത്ത് വയ്ക്കുന്നതാണ് ഈ കഞ്ഞി. ഇതിന് ഒരു തനി പ്രത്യേകത ഉണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, തേങ്ങ, ഇതാണ് ഇത് ലാസ്റ്റ് വിളിക്കുന്ന സ്പെസിഫിറ്റി. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله. ചാലയിലെ എന്നല്ല, തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നാണ് ഈ ചാലയ്ക്കകത്തുള്ള കരുപ്പട്ടിക്കട ജുമാഅത്ത് പള്ളി.
ഇത് 92 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. കേരളത്തിലെ പഴയ പള്ളികളുടെ നിർമ്മാണ ശൈലിയിൽ ഇന്നും അവശേഷിക്കുന്ന തെക്കൻ കേരളത്തിലെ പള്ളികളിലൊന്നാണ്. ഇവിടുത്തെ ഈ നോമ്പ് തുറയ്ക്കുള്ള കന്നിയും ഇവിടുത്തെ നോമ്പ് തുറയുമൊക്കെ ഇവിടെ വളരെ പ്രശസ്തവുമാണ്. ഈ പള്ളിയുടെ മാനേജരും അതുപോലെ തന്നെ പള്ളിയുടെ കൈകാര്യകർത്താവുമായ റുഹ്മാനുദ്ദീൻ സാഹിബ്, അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഈ പള്ളി ശരിക്കും ഈ ചാലയിൽ തന്നെ ആദ്യത്തെ പള്ളി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്ര വർഷത്തെ ചരിത്രം നിങ്ങളുടെ ഈ കൊട്ടപ്പാക്ക് കുടുംബവുമായിട്ടാണ് ഇതിനെ കണക്ട് ചെയ്ത് പറയുന്നത്? എത്ര വർഷത്തെ ചരിത്രമുണ്ട്? അതായത് ഈ കൊട്ടപ്പാക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഗുലാമേദി സാഹിബ് എന്നാണ്. പുള്ളി ചാലയിൽ കച്ചവടത്തിനായി വന്നിട്ട് 130 കൊല്ലം കഴിഞ്ഞു. 130 കൊല്ലത്തിന് മുൻപാണ് ഇതിന് ഈ പള്ളി ഇരിക്കുന്ന സ്ഥലത്തിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിൻ്റെ വീടുണ്ട്. ആ സ്ഥലം വാങ്ങിച്ച് അവിടെ താമസം തുടങ്ങി കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഇവിടെ ഒരു പള്ളി ആളില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അപ്പോൾ നിരവധി മതപണ്ഡിതന്മാർ വരുമായിരുന്നു. അപ്പോൾ അതിലൊരു മതപണ്ഡിതൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പള്ളി കെട്ടാനുള്ള സാമർത്ഥ്യം ഉണ്ടല്ലോ, ചില ഹാജത്ത് നിറവേറാൻ എല്ലാം ഇവിടുത്തെ ഈ തൊഴിലാളികൾക്ക് ആയിട്ട് ഒരു പള്ളി നിർമ്മിച്ചുകൂടെ എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം പള്ളി നിർമ്മാണത്തിന് വേണ്ടി ഇതാക്കി അങ്ങനെ പള്ളി നിർമ്മാണം സ്ഥലം വാങ്ങിച്ച് തുടങ്ങുകയും 1928 1349 ഈ പള്ളി പാലിയാച്ചു അന്നായിരുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ശരിക്കും അന്ന് മുതല് ഇതുവരെ പള്ളിയില് ഇന്ന് കാണുന്ന ഒരു ഇഫ്താറിന്റെ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഈ പള്ളി വെച്ചത് മുതലേ കഞ്ഞി ഈ പള്ളിയിൽ മാത്രമേ ഉള്ളായിരുന്നു. ഈ പ്രദേശത്ത് ഈ പള്ളിയിൽ മാത്രമേ നോമ്പിന് കഞ്ഞി ഉള്ളായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ കുറച്ച് മതിയായിരുന്നു. അപ്പോൾ കഞ്ഞി എന്ന് പറയുമ്പോൾ മസാല കഞ്ഞി അല്ല, അപ്പോഴും ചുക്ക് കഞ്ഞിയായിരുന്നു. ചാലയിലെ മുബാറക്ക് ഹോട്ടലാണിത്. എൻ്റെ ബാല്യകാല സ്മരണകളുടെ കുളിർമ ശരിക്കും ഈ ഹോട്ടലാണ്. വളരെ പ്രശസ്തമായ മീൻ വിഭവങ്ങൾക്ക് വളരെ പ്രശസ്തമായ ഒരു ഹോട്ടലാണിത്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് തന്നെ മീൻ വിഭവങ്ങൾ, ചൂര, നെയ്മീൻ, കൊഞ്ച്, ഇതിനെ ഏറ്റവും ജനകീയമാക്കിയ ഒരു ഹോട്ടൽ കൂടെയാണിത്. ഒരുപാട് വേപ്പികളുടെ വരലുണ്ട്. ഈ ഹോട്ടലിൽ നിന്ന് ഒരുപാട് ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ഇവിടുത്തെ ഭക്ഷണത്തിന് നന്മയുടെ മാധുര്യമാണുള്ളത്. ഇവിടെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി നോമ്പിന് ഒരുപാട് പേർക്ക്, ധാരാളം പേർക്ക് അത്താഴം കൊടുത്ത് വന്നിരുന്നു. ഞാനും ഇവിടെ വന്ന് അത്താഴം എൻ്റെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുണ്ട്. വാപ്പയോടൊപ്പം വന്ന് നോമ്പ് തുറന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അത്താഴവും ഈ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം എല്ലാം സൗജന്യമായിട്ടാണ് കൊടുത്തിരുന്നത്. ഈ മുബാറക്ക് ഹോട്ടൽ അങ്ങനെ യഥാർത്ഥത്തിൽ റമളാൻ മാസത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു ഹോട്ടലാണ്. മുബാറക്ക് ഹോട്ടലിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ് ഞങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന സലാഹുദ്ദീൻ മാമ. ഇത് ശരിക്കും ഈ ഹോട്ടല് ശരിക്കും ഞാൻ ഹോട്ടലിൽ മീൻ കഴിച്ച് രുചി അറിയുന്നത് ഇവിടെ നിന്ന്. നോമ്പിന് നമ്മളെ മജീദാക്കയുടെ കടയിൽ നിന്ന് സർബത്തും കുടിച്ച് ചാലപ്പള്ളിയിലെ കഞ്ഞിയും കുടിച്ചാൽ പിന്നെ അടുത്ത ആഹാരം മുബാറക്കിലെ അപ്പവും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെയാണ്. അതുപോലെ അത്താഴം. എന്താണ് നോമ്പ് കാലത്ത് മുബാറക്ക് ഒരു ഹോട്ടലിലൂടെ അത്താഴം ഒരുപാട് കാലം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? സമ്പാദിച്ചിരിക്കുന്ന പൈസ നമ്മൾ അധ്വാനിച്ച് നല്ല പേർക്കിൽ നിന്നും ഉണ്ടായ പൈസ എടുത്ത് നോമ്പ് കുടിക്കാൻ അത്താഴവും കൊടുക്കും. അതിൻ്റെ മരണകാലം വരെ ഇന്നും ഒരു 50-25 പേർക്ക് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൊടുക്കുകയാണ്. എത്ര വർഷം കൊണ്ട് കൊടുക്കുന്നുണ്ട്? ഉള്ളത് ഒരു 25 വർഷം കൊണ്ട്. 25 വർഷം കൊണ്ട്. ചിറ്റക്കട ഇരിക്കുമ്പോഴേ
കൊടുക്കുന്നുണ്ട്. ആ, ഇപ്പോൾ ഒരുപാട് ഇവിടുത്തെ ചാലയിലെ തൊഴിലാളികൾ പിന്നെ പ്രധാനമായിട്ട് ഞാനിത് കൊടുക്കാൻ കാരണം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, തലശ്ശേരിയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ലോഡ്ജുകൾ കിടക്കുകയാണ്. അവർ നോമ്പുകാരാണ്, അവർ കത്താൻ ബുദ്ധിമുട്ടാണ്. അവർക്കും അത് കൊടുക്കും. ചിലപ്പോൾ 10 15 വേണ്ടി പാത്രം കൊണ്ടുപോയി അത് കൊടുത്തേക്കും. പിന്നെ IT ഇവിടെ പൂജപ്പേര ഒരു ഇതുണ്ടാകും. പിന്നെ ഈ കോളേജ് കുട്ടികൾ പഠിക്കുന്ന അതാണ് ഹോമിയോ കോളേജ്, മെഡിക്കൽ കോളേജിലെ കുട്ടികൾ. അവിടെ ഞാൻ പോയി കണ്ട് എത്ര കുട്ടികളുണ്ട് എന്ന് അന്വേഷിച്ചാൽ ഒരു ദിവസം 100-ലധികം പേര് അത്താഴം കഴിക്കാൻ വരുമായിരുന്നു അല്ലേ? ഈ കൊടുത്തേക്കുന്ന തന്നെ 100-150 ഊണ് കൊടുത്തേക്ക് പുറത്തു പോകും. പിന്നെ ഇവിടെ വരുന്നത് 75-100 പേര്. അപ്പം ഇത് ശരിക്കും നോമ്പ് കാലത്ത് ഒരു പക്ഷേ അപൂർവതകളിൽ അപൂർവതയായിരിക്കും ഇങ്ങനൊരു അത്താഴം. ആ നന്മ ഇന്നും തുടരും എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അവിടെ 50-55 വർഷം കൊണ്ട് അമ്മച്ചി ഇവിടെ വന്ന് ജീവിക്കുന്നതിന് ഇപ്പം കഴിയില്ല മക്കളെ വരാനും വ്യാപാരത്തിനും ഒന്നും കഴിയില്ല എന്നെ കൊണ്ട്. പിന്നെ അങ്ങനെയാണ് എൻ്റെ ജീവിതം. ഞാൻ താമസിക്കണ കരിമടം കോളനിയിൽ. ഇതുകൊണ്ടാണ് എൻ്റെ ജീവിതം. എൻ്റെ പിള്ളേരെ വളർത്തിയത് ഇതൊക്കെ കൊണ്ടാണ് ജീവിച്ചത്. 55 കൊല്ലത്തിനും പുറത്ത് കൂടുതലായി. ഇപ്പം വയ്യ. തിരുവനന്തപുരം നഗരമധ്യത്തിലെ ഒരു പറ്റം കച്ചവട കേന്ദ്രങ്ങളുടെ സംഗമ കേന്ദ്രം മാത്രമല്ല ചാല. ജീവിതത്തിൻ്റെ കുതിപ്പിലും കിതപ്പിലും അനേകം നന്മകൾ ഉറങ്ങുന്ന മനുഷ്യത്വത്തിൻ്റെ അങ്ങാടി കൂടിയാണിത്.